അവിടെ പോകുന്നത് അവധിക്കാലം ചെലവഴിക്കാനല്ല, ഞാൻ ജോലിക്കാണ് പോകുന്നത്. അടികൈ. കപ്പലണ്ടിയല്ലേ കഴിക്കുന്നത്? പീനട്സ് എനിക്കും കഴിക്കാൻ തരുമോ? പാക്കറ്റ് 100 രൂപയാണ്, വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്ക്. 100 രൂപയോ? ഇത് സ്റ്റേഷനിൽ 10 രൂപയ്ക്ക് കിട്ടും, അറിയോ? ഫ്ലൈറ്റ് എടുത്ത് നിർത്തട്ടെ, ഞാൻ വാങ്ങിച്ചോളാം. ഈ ഫ്ലൈറ്റ് നിൽക്കുകയില്ല. പെട്രോൾ നിറയ്ക്കാനെങ്കിലും നിർത്തിയല്ലേ പറ്റുള്ളൂ. ഓ നിന്റെ കാര്യം, ടാങ്ക് ഫുള്ളാക്കിയതിന് ശേഷം ഇത് പുറപ്പെടുന്നത്. ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയെങ്കിലും നിർത്തല്ലോ അല്ലേ? ഓ ഇവനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക, ഇത് ലക്സറി ബസ് അല്ല. എന്റെ ചേട്ടായി, ഇത് ബസ്സല്ല, പ്ലെയിനാ പ്ലെയിൻ. നിങ്ങൾ ബസ് എന്ന് വിചാരിച്ചു അല്ലേ? എടാ കഴുതേ, ഞാനും പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ലക്സറി ബസ് അല്ല, ഇത് ഫ്ലൈറ്റ് ആണ്. പറഞ്ഞാ മനസ്സിലാക്ക്. ചായയും മറ്റു സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും, മനസ്സിലായോ? ഓഹോ, പക്ഷെ എനിക്കൊരു സാധനം മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാ ഇതാ കഴിച്ചോ. പക്ഷെ പകുതി നിങ്ങൾ തന്നെ കഴിച്ചല്ലോ, അതുകൊണ്ട് 50 രൂപ ഞാൻ തരുള്ളൂ. എന്റെ പൊന്നെ, ഞാനിത് നിനക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, നീ അതങ്ങ് കഴിച്ചോ. താങ്ക് യു. നിങ്ങൾ ഷാംപൂറിലേക്കാണോ പോണേ? ഇല്ല, അങ്കത്പൂർ. പ്ലെയിൻ നിർത്ത്, പ്ലെയിൻ നിർത്ത്. Any problem, sir? ഇദ്ദേഹത്തിന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടണം കേട്ടോ. What happened, sir? ഹാർട്ട് അറ്റാക്ക് ആണ്. പ്ലെയിനിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? എന്താണ് പ്രശ്നം? മാറ നോക്കട്ടെ. ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുവരെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇല്ല, പക്ഷെ ഇവ അടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അങ്ങ് എന്തിനാണ് വിളിച്ചു കൂവിയത്? ഇദ്ദേഹത്തിന് അങ്കത്പൂരിലേക്കാ പോണ്ടേ, പക്ഷെ ഈ ഫ്ലൈറ്റ് ഷാംപൂറിലേക്കല്ലേ പോകുന്നത്? എടാ കഴുത, ഇത് കണക്ടിംഗ് ഫ്ലൈറ്റാ. ഷാംപൂരിൽ പോയിട്ട് അങ്കത്പൂരിലേക്ക് പോകും. പ്ലീസ് ദയവായിട്ട് എന്റെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാമോ? സർ, അങ്ങ് വേണമെങ്കിൽ എന്റെ സീറ്റിൽ വന്നിരുന്നോളൂ. എന്റെ അമ്മോ, അവധിക്കാലം തുടങ്ങിയില്ല, പക്ഷേ ഹണി തന്റെ ജോലി തുടങ്ങി. ഷാംപൂരിലേക്ക് റിലാക്സ് ചെയ്യാനാ പോകുന്നത്. അവിടെ ടെൻഷൻ ഒന്നും തന്നേക്കരുത്, മനസ്സിലായല്ലോ? കലക്കി പന്നി, എന്തൊരു ഷോട്ടായത്. ഭൂകമ്പം വന്നാൽ കെട്ടിടങ്ങൾ താഴേക്ക് പോകുന്നു. മിസ് കാർക്കർ വന്നിരുന്നെങ്കിൽ സന്തോഷമായിരിക്കാമായിരുന്നു. അടികൈ. അതെ, മേഡം വന്നിരുന്നെങ്കിൽ നല്ല രസമായിരിക്കുമായിരുന്നു. എടേ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ ഭാരം കാരണം ഇത് വെച്ച് എനിക്ക് കളിക്കാൻ കഴിയുന്നില്ല. എടാ ഹണി, ഇനി നിന്റെ കളിയാണ്. എടാ, നീ എന്റെ അവസാനം കണ്ട അടങ്ങും അല്ലേ? ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യയാണ് ജയിക്കേണ്ടത്, ഇനി ബണ്ണിയാണ് കളിക്കേണ്ടത്. അടികൈ. നീ ബോൾ എങ്ങോട്ടേക്കാണ് അടിച്ചത്? കൊച്ചളിയ, ബോള് ബോർഡറും കടന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അത് എങ്ങനെ എടുത്തോണ്ട് വരും? ചെന്ന് എടുത്തോണ്ട് വാ. ഒരു പ്രശ്നമില്ല. ആ കിടക്കുന്ന വണ്ടി കണ്ടോ? അതില് ഞാൻ പോയി ബോൾ തിരിച്ചെടുത്തുകൊണ്ട് വരാം. കൊള്ളാം, അടിപൊളി ഐഡിയ തന്നെയാ. വേഗം വാ കൊച്ചളിയ, ഞാനും കൂടെ വരാം. ഹണി വേണ്ട, പറയുന്നത് കേക്ക്. മരം മണ്ടൻ, മാറ്, ഞാൻ ഓടിക്കാം. ക്രൊക്കോഡൈൽ. നമ്പർ താടാ, ഡയൽ ചെയ്തേക്കാം. എടാ കഴുതേ, അങ്ങോട്ട് നോക്ക്, മുതല. ഓ വാവ്, ഞാൻ തവളയാണെന്നാ വിചാരിച്ചേ. ഹലോ മിസ്റ്റർ മുതലാസ്. കൊച്ചളിയ, ഇത് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഹണി, ഇവറ്റകള് നമ്മളെ തിന്നും, ഓടിക്കോ. ഒത്ത് പിടിച്ചോ ഐ ലെസ. വേഗം വേഗം ഹണി, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഒത്ത് പിടിച്ചോ ഐ ലെസ, ഒത്ത് പിടിച്ചോ ഐ ലെസ. സ്റ്റാർട്ടായടാ, രക്ഷപ്പെട്ടു. അളിയ, അങ്ങോട്ട് നോക്ക്. ബണ്ണി, ബ്രേക്ക് ചവിട്ട്, ബ്രേക്ക്. എടാ, ബ്രേക്ക് ഫെയിലായെന്നാ തോന്നുന്നേ. ഇനി എന്തെങ്കിലും ചെയ്താൽ മതിയാകൂ. കൊച്ചളിയ, രക്ഷിക്ക്. ഹണി, എന്റെ പൊന്നളിയാ. കൊച്ചളിയ, റിവേഴ്സ് ഗിയറിട്ട് വാ.
പെട്ടെന്ന് വാ. എന്റെ അമ്മച്ചി ഇതും പൊട്ടിപ്പോയല്ലോ. എടാ നിക്ക്, എടാ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നിക്കുന്നില്ല. കൊച്ചളിയ മുന്നോട്ട് നോക്കടാ. കൊച്ചളിയ നമ്മൾ തീർച്ചയായിട്ടും ആ മരത്തിൽ പോയിടിക്കും. രക്ഷിക്കണേ. ഈ ബോൾ എവിടെ പോയി? ബാല ഒളിച്ചു കളിക്കുന്ന തൊന്നെ. സ്റ്റുപ്പിഡ്, ആളെ പേടിപ്പിക്കുന്നു. ഇത് കൊള്ളാലോ.